കാത്തലിക് സഭയുടെ ഒരു അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ജേക്കബ് കൂവക്കാട്. കോട്ടയം ചെത്തിപ്പുഴ സ്വദേശിയാണ്. കേരളത്തിലൊരു പള്ളിയുടെ, കാത്തലിക് പള്ളിയുടെ അസിസ്റ്റൻ്റ് വികാരിയായിരുന്നു. അദ്ദേഹം റോമിലോട്ട് പഠിക്കാൻ പോകുന്നു. വാറ്റിക്കാനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. അതായത് സഭയുടെ അപ്പോയിൻമെൻറ്റ്. അദ്ദേഹത്തെ കഴിഞ്ഞിടയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ, ഒരു അസാധാരണ അച്ഛനായിരുന്ന അദ്ദേഹത്തെ കാർഡിനാൽ, അതായത് ആർച്ച് ബിഷപ്പായിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നു. ഇതാണ് സംഭവം. കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുക്കുന്നു. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു. അദ്ദേഹത്തെപ്പറ്റി ഇറ്റാലിയൻ പത്രങ്ങളിൽ വരുന്ന വാർത്ത, അതേപോലെ കാത്തലിക് ബ്ലോഗേഴ്സ് കൊടുത്തിരിക്കുന്ന വീഡിയോകൾ, ഇത് ഗ്ലോബലി ഭയങ്കരമായിട്ട് ശ്രദ്ധേയമായി. ഒരു മലയാളി ആ പൊസിഷനിലായതൊക്കെ നല്ലത്, വളരെ നല്ലത്. പക്ഷെ സംഭവം വളരെ സീരിയസ് ആണ്. അതായത് ഇദ്ദേഹം ആരാണ്? ബേസിക്കലി എന്താണ് ഇദ്ദേഹത്തിൻ്റെ ജോലി അവിടെ വാറ്റിക്കാനിൽ? ഇതാണ് പ്രസക്തമായ ചോദ്യം. ഇദ്ദേഹം അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ട്രാവൽ ഏജൻ്റാണ് വിദേശ യാത്ര ചെയ്യുമ്പോൾ. അപ്പം അവിടുത്തെ ഒരു വിദേശ യാത്ര ചെയ്യുമ്പോൾ ട്രാവൽ ഏജൻറ്റ് ഒരു കാത്തലിക് സഭയുടെ അച്ഛനാണ്. ഇദ്ദേഹം അവിടെ ജ്ഞാനം, അദ്ദേഹത്തെ അതിനെപ്പറ്റി PhD ഡോക്ടറേറ്റും എടുത്തിട്ടുണ്ട്. അപ്പം എന്ത് വാർത്തയാണ് വരുന്നത്? അപ്പം ഈ വാർത്ത ഇപ്പം സ്പാനിഷ് പത്രങ്ങളിൽ വരാൻ തുടങ്ങി, സ്പാനിഷ് വ്ളോഗുകളിൽ വരാൻ തുടങ്ങി, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡായിട്ട് അങ്ങ് മാറി. സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇയാളെ പറ്റി പറയുന്നത്. അതായത് ഈ പറയുന്ന കാർഡിനാലിനെ പറ്റി, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പറ്റി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ വാറ്റിക്കാനിൽ വരുന്ന ആരൊക്കെയാണ് പോപ്പ്, അതായത് മാർപ്പാപ്പ, അവരുടെയൊക്കെ ഡ്രൈവേഴ്സ്, അവരുടെ പേഴ്സണൽ ഡ്രൈവേഴ്സും കാത്തലിക് സഭയിലെ അച്ഛന്മാരാണ്. അതായത് പ്രീസ്റ്റ്ഹുഡ് കിട്ടിയവരാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ വാറ്റിക്കാനിലെ മാർപ്പാപ്പയുടെ പേഴ്സണൽ കുക്ക്, ആഹാരം വെച്ച് കൊടുക്കുന്നവർ, അവർ വിദേശയാത്ര പോകുമ്പോൾ അവരും ഈ പ്രീസ്റ്റ്ഹുഡ് കിട്ടിയവരാണ്. അവരും കാത്തലിക് സഭയിലെ അച്ഛന്മാരാണ്. രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ പറയുന്ന വ്ളോഗേഴ്സും അവിടെ വരുന്ന അവിടെ വരുന്ന പല പത്രങ്ങളിൽ വരുന്ന വാർത്തയിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട് നിങ്ങൾ അത് അനുമാനിക്കുക. അതായത് നമ്മൾ പറയത്തില്ലയോ, പെട്ടിയെടുപ്പുകാരനും ഡ്രൈവറും ഇവരൊക്കെ ഒരു ദിവസം പോപ്പ് പിടിച്ചങ്ങ് കാർഡിനാലാക്കി. ഇവരൊക്കെ അച്ഛന്മാരാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇദ്ദേഹത്തിന് ഈ നമ്മുടെ ജോർജ് ജേക്കബ് കൂവക്കാട്, അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഉണ്ട്, ക്നാനൻസ്. ഈ പറയുന്ന ഡ്രൈവർക്കും ഡോക്ടറേറ്റ് ഉണ്ട് ഇവിടുത്തെ. അതായത് പോപ്പിൻ്റെ ഡ്രൈവർക്കും അവിടെ ഈ കാനോൽ അതിനകത്ത് ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. പോപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പോകുന്ന ഈ കുക്ക്, അതായത് ചീഫ് കുക്കാണെങ്കിൽ മറ്റുള്ള കുക്കാണെങ്കിൽ അവർക്കും ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പം മനസ്സിലാക്കുക ഈ പോപ്പിന് എത്രമാത്രം വിവരമുള്ള മനുഷ്യനാണ്. അതായത് കാത്തലിക് സഭയെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ബേസിക്കലി ആർച്ച് ബിഷപ്പ് എന്നൊക്കെ പറയുന്നത്, കാർഡിനാൾ എന്നൊക്കെ പറയുന്നത്, ഈ സ്പിരിച്വലായിട്ട് നിൽക്കുന്ന വളരെ സീനിയറായിട്ടുള്ള ആൾക്കാർ, അത് വലിയ ഡിസ്കഷനൊക്കെ ശേഷമാണ് ഇത് ആക്കിയെടുക്കുന്നത്. ഇത് പുള്ളിയുടെ ഒരു പെട്ടിപിടിപ്പക്കാരനെ പെട്ടിപിടിച്ചുകൊണ്ട് ട്രാവലിംഗ് സംഭവം ഐറ്റിനറി ഒക്കെ തയ്യാറാക്കുന്ന ആളൊരു അച്ഛനെ പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ കാർഡിനാലാക്കി. ഇയാൾ ഒഴിയുന്നതിനും ഇയാളെ പിടിച്ച് മാർപ്പാപ്പയാക്കുമെന്നുള്ള പേടിയുണ്ട്. അപ്പം എന്തുവാ ഇനി ഉണ്ടായ തമാശയെന്ന് പറയുന്നത്, മാർപ്പാപ്പയുടെ അവിടെയുള്ള ഡ്രൈവർമാർക്ക് സന്ദേശം അയക്കുക, ജനങ്ങൾ കാണാൻ പോവുകയാണ്. ഇത് തമാശയല്ല, ഇതവിടെ കാർട്ടൂണൊക്കെ വരാൻ തുടങ്ങി. കാരണം അവരെന്നാ ഇനി കാർഡിനാലാകാൻ പോകുന്നത്. അതായത് മാർപ്പാപ്പയുടെ ഡ്രൈവറായിട്ടുള്ള കാത്തലിക് സഭയുടെ അച്ഛന് പോലും അവിടെ ഭയങ്കര സ്വീകരണം കൊടുക്കുകയാണ്. കാരണം അയാളായിരിക്കും അടുത്ത കാർഡിനാൽ, അല്ലെങ്കിൽ അവിടെ വരുന്ന മാർപ്പാപ്പയുടെ കുക്കായിരിക്കും അടുത്ത കാർഡിനാൽ. അതായത് കാത്തലിക് സഭയെ ഇത്രമാത്രം നശിപ്പിച്ചൊരു പോപ്പ് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാരൊക്കെ തെറ്റായിട്ട് പറഞ്ഞു. ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന ജോർജ് ജേക്കബ് കൂവക്കാട് കാർഡിനാൽ. ഇനി നിങ്ങൾ നോക്കുക, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ പറ്റി നോക്കുക.
ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയായ സമയത്ത് ഇതെങ്ങനെയാണ് തകർന്നു പോയതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഈ അതായത് നിങ്ങൾക്കറിയാം KPCC പോലെ എല്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, ബീഹാർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, ഇവിടെയൊക്കെ വളരെ സീനിയറായിട്ടുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലെവൽ ലീഡേഴ്സ്. അതായത് PCC പ്രസിഡൻ്റ് ആണെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ, അവിടുത്തെ സീനിയർ നേതാക്കൾ. അവിടുത്തെ കർണാടക PCCയിൽ അവിടെ ചായ കൊണ്ടുവരുന്ന, അതായത് ഓഫീസ് ചായ അടിക്കുന്ന ആളായിരുന്നു CK ജാഫർ ഷെരീഫ്. അയാൾ ഇന്ദിരാഗാന്ധി പിടിച്ച് KPCC അവിടുത്തെ PCCയുടെ വലിയ നേതാവാക്കി. അതോടുകൂടി ഈ പാർട്ടി എങ്ങോട്ട് പോയി? അതിനുശേഷമാണ് സീനിയറായിട്ടുള്ള നേതാക്കന്മാരെ മുഴുവനും ഇപ്പം അവർ പറഞ്ഞ കാര്യം എന്തോ ഇന്ദിരാഗാന്ധി പറഞ്ഞു, എന്നോട് ആര് ചേർന്ന് നിൽക്കും അവരെ ഞാൻ നേതാവാക്കും. ഇത് സെയിമാണ് ബീഹാറിൽ നടന്നത്. ബീഹാറിലൊക്കെ വലിയ വലിയ സീനിയർ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെയൊക്കെ വെട്ടിയിട്ട് അവിടെ ചായ കൊടുക്കുന്ന അവിടുത്തെ ഓഫീസ് അറ്റൻഡറൊക്കെ പിടിച്ച് അവിടുത്തെ PCC പ്രസിഡൻ്റാക്കി. ഇത് പലയിടത്തും ഇത് ഇന്ദിരാഗാന്ധി ചെയ്തിട്ടുണ്ട്. കാരണം അവിടെയുള്ള സീനിയർ നേതാക്കന്മാരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെയുള്ള ചായ അടിക്കുന്നവരെയും ഡ്രൈവർമാരെയും KPCC ഡ്രൈവർമാരെയും പിടിച്ച് PCC പ്രസിഡൻ്റാക്കി. നോക്കൂ, അന്ന് മുതൽ കോൺഗ്രസ് പാർട്ടി താപ്പോട്ടാണ് പോയത്. ഇത് ചരിത്രമാണ്. അതിനെപ്പറ്റി ഹിസ്റ്ററി പഠിക്കുന്നവർക്കറിയാം. ഇതേപോലെ തന്നെയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും കേട്ട് കാണും, ഈ മാർപ്പാപ്പയുടെ ട്രാവൽ ഏജൻറ്റ് ഒരച്ഛനെ പിടിച്ച് ഒറ്റയടിക്ക് കാർഡിനാലാക്കി. ഇപ്പം ഏത് രീതിയിൽ അതിനെപ്പറ്റിയുള്ള നിയമമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നോർമലായിട്ട് ഇത് ബിഷപ്പാകുന്ന ഒത്തിരി സീനിയോറിറ്റി ഉള്ളവരും സ്പിരിച്വലായിട്ട് മുന്നിൽ നിൽക്കുന്നവരെയാണ് കാർഡിനാൽ. കാരണം സ്പിരിച്വൽ ലീഡേഴ്സാണ്. ഇവർ ഒറ്റയടിക്ക് ട്രാവൽ ഏജൻറ്റിനെ പിടിച്ചാക്കും, അടുത്ത പ്രാവശ്യം ഡ്രൈവറെ പിടിച്ചാക്കും, പിന്നെ കുക്കിനെ പിടിച്ചാക്കും. നമ്മൾ നാട്ടിൽ പറയുന്നത് പെട്ടിപിടുത്തക്കാരനെ പിടിച്ചാക്കുന്നു. ഇത് തന്നെയാണ് ഈ മാർപ്പാപ്പയുടെ, ഈ ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ യൂറോപ്പിൽ ഇത് വലിയ ചർച്ചയായി. നാട്ടിലെല്ലാവരും വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കും. ഇനിയും ഈ ജോർജ് കൂവക്കാടിനെ പറ്റി ഇറ്റാലിയൻ പത്രം എഴുതി നോക്കൂ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയുള്ള സീനിയർ ബിഷപ്പുമാരെ തമ്മിൽ തല്ലിക്കുന്നു. ഈ മാർപ്പാപ്പയുടെ ചെവിയിൽ എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഈ പറയുന്ന ജോർജ് ജേക്കബ് കൂവക്കാടാണ്. അതായത് പക്ക മലയാളിയുടെ ഗോസിപ്പിൻ്റെ പരിപാടിയുടെ ആശാനാണ് ഇയാൾ. അടുത്ത് എന്തോ പറയുന്നത്, കേരളത്തിൽ ഇഷ്യൂ പറയുന്നുണ്ട്. അതായത് ഈ അങ്കമാലി തെക്കോട്ട് പോക്കാം, വടക്ക് പിടുത്ത അങ്കമാലി എറണാകുളം രൂപത തമ്മിൽ ഇഷ്യൂ. കാരണം ഈ പറയുന്നയാൾ ചങ്ങനാശ്ശേരിക്കാരന്. അവിടെയുള്ളവർക്ക് മുഴുവനും ബിഷപ്പുമാർക്ക്, അച്ഛന്മാർക്കെതിരെ ഇയാളാണ് ഈ പ്രശ്നം മുഴുവനും ഉണ്ടാക്കി വെക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇതിനെപ്പറ്റിയുള്ള സംഭവങ്ങളൊക്കെ അവിടുത്തെ പത്രങ്ങൾ ആഘോഷിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മലയാളി ഇതിനകത്ത് കാത്തലിക്സായ അച്ഛന്മാർക്കും കേരളത്തിലുള്ള ബിഷപ്പുമാർക്കും നാണക്കേടാകാൻ തുടങ്ങി. കാരണം ഇത്രയും പ്രശ്നം ഉണ്ടാക്കി നാശമാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഈ ജോർജ് ജേക്കബ് കൂവക്കാട് ഈ അച്ഛനെ പിടിച്ച് കാർഡിനാലാക്കി. അതായത് സഭ ഇനി താപ്പോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിക്കുന്ന ഓരോ മണ്ടത്തരവും. അതിലേറ്റവും ക്ലാസിക് ഉദാഹരണമാണ് ട്രാവൽ ഏജൻറ്റിനെ ആക്കുന്നു, അടുത്ത ഡ്രൈവറിനെ ആക്കുന്നു, അടുത്ത പാചകക്കാരനെ പിടിച്ച് കാർഡിനാലാക്കി. ഇനി സഭ എങ്ങോട്ട് വളരുമെന്നുള്ള ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് വരാനുള്ള സമയങ്ങളിൽ കാലം തെളിയിക്കട്ടെ.